പുതിയൊരു ജോലി സംബന്ധമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ നിലവിൽ വന്നിരിക്കുന്ന ഉയർന്ന ശമ്പളമുള്ള സ്ഥിര നിയമന അവസരത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു ഗോൾഡൻ അവസരമാണ്. കാരണം കെയർ ടേക്കർ തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കൂടാതെ 52,600 വരെ ശമ്പളം ലഭിക്കുന്ന തസ്തിക കൂടിയാണിത്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറയുന്നത് 2026 ഫെബ്രുവരി 4 കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഓൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, അപേക്ഷിക്കേണ്ട വിധം, കൂടാതെ അപേക്ഷിക്കേണ്ട അവസാന തീയതി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയുടെ വിശദവിവരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നോക്കാം. കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വന്നിട്ടുള്ള കെയർ ടേക്കർ തസ്തികയിലേക്കാണ് സ്ഥിര നിയമനത്തിനാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ ഒരു തസ്തികയുടെ ശമ്പള സ്കെയിലായിട്ട് പറയുന്നത് 23,700 രൂപ മുതൽ 52,600 രൂപ വരെയാണ്. സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം മറ്റ് ആനുകൂല്യങ്ങളും ഈ ഒരു തസ്തികയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ കെയർ ടേക്കർ തസ്തികയുടെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് 744/2025 ആണ്. ഈ ഒരു തസ്തികയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയായിട്ട് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 1/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ പട്ടികജാതി, പട്ടികവർഗ, മറ്റു പിന്നോക്ക ഭാഗത്തിൽ പെടുന്നവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ തസ്തികയുടെ യോഗ്യത എന്തൊക്കെയെന്ന് നോക്കാം. കെയർ ടേക്കർ തസ്തികയുടെ യോഗ്യതയായി പറയുന്നത് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കാറ്ററിംഗ് സർട്ടിഫിക്കറ്റ്, സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖല അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ നിന്നും പാചകക്കാരനായി കുറഞ്ഞ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഈ ഒരു തസ്തികയ്ക്ക് ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന നിശ്ചിത ഫോർമാറ്റിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ സമർപ്പിക്കേണ്ടി വരും. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ഇത് അപ്ലോഡും ചെയ്യണം. അല്ലാത്ത പക്ഷം ആ ഒരു അപേക്ഷ നിരസിക്കുന്നതായിരിക്കും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറയുന്നത് 2026 ഫെബ്രുവരി 4 കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഓൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ശേഷം യൂസർ IDയും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ നോട്ടിഫിക്കേഷനിൽ കാറ്റഗറി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുക. ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്ത് യോഗ്യത ഉറപ്പാക്കുക. എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇത്തരത്തിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം തന്നെ ഈ പറയുന്ന 2026 ഫെബ്രുവരി 4 മുമ്പായിട്ട് തന്നെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു തസ്തികയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കൂടുതൽ വിവരങ്ങളും എല്ലാം കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് ലിങ്ക് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ നെക്സ്റ്റ് ഒരു ജോബ് ഇൻഫർമേഷനുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.